പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 11-ാം ദിവസം വിശുദ്ധ ത്രേസ്യ പറയുന്നു, നമുക്കൊരിക്കലും നല്ല ഇടയനായ ഈശോ കാഴ്ചയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനോ നാം അവനിൽ നിന്ന് അകന്നു പോകാനോ ഇടയാക്കരുത്. കാരണം ഇടയനോട് അടുത്തു നിൽക്കുന്ന ആടുകൾക്ക് എപ്പോഴും കൂടുതൽ വാത്സല്യവും പരിഗണനയും കിട്ടുന്നു. തന്നെയുമല്ല, പതിവായി തൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു വിശിഷ്ട ഭാഗം അവൻ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇടയനെങ്ങാനും ഉറങ്ങാനിടയായാൽ ആടുകൾ ഇടയൻ ഉറക്കമുണരുന്നതുവരെ കാത്തിരിക്കുകയോ ഇടയനെ ഉണർത്തുകയോ ചെയ്യുകയും അങ്ങനെ ആ ഇടയൻ തന്നെ ഉണർത്തുകയോ കാത്തിരിക്കുകയോ ചെയ്ത ആടുകളോട് കൂടുതൽ സ്നേഹവും പരിഗണനയും കാണിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവ്യകാരുണ്യ രക്ഷക, ഞാൻ അങ്ങയുടെ അടുത്തുണ്ടെന്ന് കാണണമേ. അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള വരവും തീഷ്ണതയുമല്ലാതെ മറ്റുപകാരങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഓ നിർമ്മല വിശ്വാസമേ, അൾത്താരയിലെ ദിവ്യ കൂദാശ, ഈ സ്വർഗീയ അപ്പം വെറും അപ്പമല്ലെന്നും പിന്നെയോ അവിടെ പൂർണ്ണമായി വസിക്കുകയും എന്നെ പ്രതിയുള്ള സ്നേഹത്താൽ വസിക്കുകയും ചെയ്യുന്ന എൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണെന്നും എനിക്ക് ഉറപ്പു നൽകുന്നതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ സർവസ്വമേ, അവിടുന്ന് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കണ്ണുകൊണ്ട് അങ്ങയെ കാണുവാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിലും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഭരണകർത്താവായി ലോകരക്ഷകനായി വാഴ്ത്തപ്പെട്ട ഈ ഓസ്തിയിൽ അങ്ങയെ ഞാൻ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുന്നു. എൻ്റെ ഏറ്റവും സ്നേഹനിധിയായ ഈശോയെ, അങ്ങൻ്റെ പ്രതീക്ഷയും എൻ്റെ രക്ഷയും എൻ്റെ ശക്തിയും എൻ്റെ ആശ്വാസവുമായിരിക്കുന്നത് പോലെ തന്നെ അങ്ങൻ്റെ സർവ്വസ്നേഹവും എൻ്റെ സർവ്വചിന്തകളുടെയും എല്ലാ ആഗ്രഹങ്ങളുടെയും എൻ്റെ വാത്സല്യത്തിൻ്റെയും കേന്ദ്രമായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അങ്ങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ അങ്ങ് അനുഭവിക്കുന്നതുമായ പരിപൂർണ സന്തോഷം ഇപ്പോഴോ നിത്യതയിലോ എനിക്ക് ലഭിക്കാവുന്ന ഏതൊരു അനുഗ്രഹത്തെ കഴിഞ്ഞും വലിയ സുഖം എനിക്ക് നൽകുന്നു. എൻ്റെ രക്ഷക, അങ്ങയുടെ പരിപൂർണ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. അങ്ങയുടെ നിർവൃതി അനന്തമാണ്. ഓ നാഥ, എൻ്റെ ആത്മാവിൻ്റെ രാജ്യത്തിൽ അവിടുന്ന് രാജാവായിരിക്കുക. എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് നൽകുന്നു. അങ്ങ് അതിനെ എന്നേക്കുമായി കൈവശപ്പെടുത്തുക. എൻ്റെ ഇച്ഛയെയും എൻ്റെ ഇന്ദ്രിയങ്ങളുമെല്ലാം അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കുക. അങ്ങേക്ക് സന്തോഷവും മഹത്വവും നൽകുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഈ ലോകത്തിൽ യാതൊരു പ്രയോജനവുമില്ല. ആദ്യം സ്നേഹിച്ചവളും ഈശോയുടെ അമ്മയുമായ പരിശുദ്ധ മറിയമേ, അങ്ങയുടെ ജീവിതം അപ്രകാരമുള്ള ഒന്നായിരുന്നു. ഇന്നു മുതൽ അങ്ങ് ജീവിച്ചതുപോലെ പൂർണ്ണമായും ദൈവത്തോടൊപ്പമായിരിക്കുന്നതിലുള്ള ആനന്ദത്തിൽ ജീവിക്കുവാൻ അവിടെ തന്നെ സഹായിക്കുകയും ഞാൻ അങ്ങനെ ജീവിക്കുന്നുവെന്ന്
ഉറപ്പുവരുത്തുകയും ചെയ്യണമേ. സുകൃത ജപം. എൻ്റെ ഈശോയെ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതും അങ്ങ് പൂർണ്ണമായും എൻ്റേതുമായി തീരട്ടെ. എൻ്റെ ഈശോയെ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതും അങ്ങ് പൂർണ്ണമായും എൻ്റേതുമായി തീരട്ടെ. എൻ്റെ ഈശോയെ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതും അങ്ങ് പൂർണ്ണമായും എൻ്റേതുമായി തീരട്ടെ. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്കു കേൾക്കുന്നവൻ ഭാഗ്യവാൻ. സുഭാഷിതം 8:34. പാവപ്പെട്ട മനുഷ്യൻ ധനികന്റെ വാതിൽക്കൽ നിൽക്കുന്നത് പോലെ മറിയത്തിൻ്റെ കരുണാ കവാടത്തിനു മുമ്പിൽ കൃപാവരങ്ങൾ യാചിക്കാൻ നിൽക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. മറിയത്തിൽ കാണുന്ന പുണ്യങ്ങൾ, പ്രത്യേകിച്ച് അവളുടെ ശുദ്ധതയും എളിമയും അനുകരിക്കുവാൻ സാധിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. സുകൃത ജപം. എൻ്റെ പ്രത്യാശയെ എന്നെ സഹായിക്കുക, എൻ്റെ പ്രത്യാശയെ എന്നെ സഹായിക്കുക, എൻ്റെ പ്രത്യാശയെ എന്നെ സഹായിക്കുക. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചൊല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാധാരത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യസ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.